ആൾക്കാർക്ക് പാഷാണം എന്ന് വിളിക്കുന്നതേ നല്ലത്. അല്ല അങ്ങനെ വിളിച്ചാൽ പാഷാണ കൃഷിയുണ്ടോ? ആൾക്കാർക്ക് പാഷാണം ചെയ്യുന്നുണ്ടോ? ഇല്ല അങ്ങനെ വിളിച്ചാലേ ഞാൻ തിരിഞ്ഞു നോക്കുള്ളൂ. എന്റെ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കൂല. അല്ല, എന്റെ അടുത്ത് ഒരു മിത്രം എന്ന് പറയുന്ന ഒരു ശത്രു എന്നോട് പറയായിരുന്നു, ഈ പാഷാണ ഷാജി എന്ന് വിളിച്ച് ക്യാരക്ടറിന്റെ പേരായിരുന്നെങ്കിലും ഇപ്പൊ സ്വഭാവത്തിൽ ഈ വൈകൃതം ഉണ്ടെന്ന്. കുറച്ച് ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവർക്ക് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അന്ന് 2 ദിവസം അടുപ്പിച്ച് കിടന്നുറങ്ങും. ഭയങ്കര ഉറക്കം, കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റും. സത്യമായിട്ട്. അല്ല അതങ്ങനെ ചെയ്താലോ. അടുത്തിടയ്ക്ക് ആരെങ്കിലും നല്ല അമ്മണ്ടാൻ പാര വെച്ച് കൊടുത്തു ആർക്കും? അല്ല, ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. വീണയ്ക്കോ? വീണ പിന്നെ എന്റെ എരേന് എപ്പോഴാണെങ്കിലും കൊടുക്കുക. വീണ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വീണ നായർ ഇപ്പം അഭിനയൊക്കെ കാര്യമായിട്ട് നടക്കുന്നു. ഇപ്പോ സമാധാന പുസ്തകം എന്ന് പറഞ്ഞ പടം റിലീസായി 19-ാം തീയതി. പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ പടം റിലീസായി. 2 പടം പഞ്ചായത്ത് ജെട്ടി. ഇനി വരാൻ പോകുന്നത് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞൊരു പടം. കുൽസിത ലഹള സിനിമയ്ക്ക് പേരിടുമ്പോ ഞാൻ കുണ്ടന്നൂരാണ്. ആക്ച്വലി അത് നല്ല പടം. അത് അതിനകത്ത് ഫുള്ള് ഫൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷാജി, ഇപ്പം എനിക്കൊന്ന് ഷാജി എന്ന് വിളിക്കാം. പറഞ്ഞു. കാര്യം ആൾക്കാർക്ക് അത് കേൾക്കുന്ന ഇഷ്ടം. പ്രത്യേകിച്ച് ഷാജി സ്ക്രീനിൽ വന്നു കഴിഞ്ഞാലേ, ഞാൻ ആലങ്കാരികമായിട്ട് പലരോടും ഇത് ഷാജു നവോദയാന്ന്, അവർക്ക് അത് താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. ആ വേട് തന്നെ അവർക്ക് കേൾക്കണ്ട. അപ്പൊ നമുക്ക് മാർക്കറ്റുള്ളത് പോവാം. അതാണ് ഇപ്പൊ ഇത് ഇത്രയും ബുദ്ധിമുട്ടിയാലേ തല ഇങ്ങനെ ആക്കാന്ന് എനിക്ക് മനസ്സിലായി. ഇത് കളർ ചെയ്താ ഇത് ഏതെങ്കിലും പടത്തിന് വേണ്ടിട്ടാ. ഞാൻ ഇപ്പൊ ഒരു പടം മാൻവേട്ട എന്ന് പറഞ്ഞ പടം, എന്റെ സിനിമയൊക്കെ അങ്ങനെ വെള്ളിമുങ്ങ, പോത്തും തല, കരിങ്കണ്ണൻ ഇങ്ങനെയുള്ള പേരിലൊക്കെയാണ് എനിക്ക് വിളിക്കൂല്ലേ. അല്ല, എന്തോ എന്റെ മുഖം കണ്ടിട്ട് അങ്ങനത്തെ ക്യാരക്ടർ തന്നെ തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ വരുള്ളൂ. അല്ല, ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞു. ശരിക്കും അതല്ല, ഇവിടുത്തെ മുടി മുഴുവൻ പോയി. പിന്നെ ഉള്ള മുടി ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കളർ ചെയ്തേക്കുക. കാരണം നമുക്ക് ഇവിടെ ഹെയർ ചെയ്യാനായിട്ട് ആരും ഇല്ല ഇതുപോലെ വെപ്പ് വെച്ച് തരാൻ. അത് ബലം പിടിക്കണ്ട പല്ലും താഴെ പോവും. അതും വെപ്പാ എല്ലാം അല്ലേ. മാത്രമല്ല ഈ കയ്യിലിപ്പനുസരിച്ച് ആരും സഹായിക്കാതെ തന്നെ വല്ല താഴെ വീഴും. ഇപ്പൊ പറഞ്ഞില്ലേ സാറേ, ഈ കുണ്ടന്നൂർ പടത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഫൈറ്റ് പടത്തിൽ അഭിനയിച്ചപ്പോഴല്ലേ പ്രൊഡ്യൂസറായിട്ടാ ഫൈറ്റ് ചെയ്തത്. കാശ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലേ? അല്ല, അതിന്റെ ട്രെയിലറിൽ തന്നെ ഉണ്ട് വലിയൊരു ഫൈറ്റ് ഉണ്ട്. 5 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ ഡാൻസ് കൂടാതെ വല്ല ഇതൊക്കെ കളരി കരാട്ടെ ഇതെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കളരി പഠിച്ചിട്ടുണ്ടല്ലേ? ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കളാ എന്റെ ഗുരുക്കളെ. എന്തോ പൊന്നെ, ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കളെ. അങ്ങനെ ആളുണ്ടെന്നേ. എനിക്കൊരു വൈദ്യരുണ്ട്, ബിജു എന്നവര്. ഇതിന്റെ ഏറ്റവും വലിയ കളരി കാശ് വാങ്ങിക്കുന്നില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പൊ കളരി പഠിച്ചേക്കണ തന്നെ അതിന് വേണ്ടിട്ടാ. പ്രൊഡ്യൂസർമാരെ പേടിച്ചു. അല്ല, തല്ലൂട്ടാ. ഞാൻ കണ്ടറോളാ നേരിട്ട്. ആണോ? പിന്നെ ഞങ്ങള് സിംഗപ്പൂർ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് അവിടെ ഉച്ച ടൈമിന് ഞാനുണ്ടായില്ല. അവര് നേരത്തെ എത്തിക്കഴിഞ്ഞിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് വിളിച്ച് ശൈലി ഇഷ്ടപ്പെട്ടില്ല. ആളെ വിളിക്കുന്ന വീണക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, അവര് ഏടാന്നൊക്കെ വെച്ചിട്ടേ സാജുവേട്ടനും ഇല്ല. അപ്പൊ ഞാനൊരു പെണ്ണേ ഉള്ളൂ. ഞാനപ്പോ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇവര് വന്ന് ഷോയ്ക്ക് സമയമായി. അപ്പം നല്ല ക്ഷീണിച്ച് വന്ന് കിടന്നിട്ടേ ഉള്ളൂ നമ്മള് ഫ്ലൈറ്റിൽ വന്നിട്ട്. അപ്പൊ ചേട്ടൻ അപ്പുറത്തെ മുറിയിലാണ്. ചേട്ടൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കിനും ആർട്ടിസ്റ്റിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഒത്ര വട്ടം പുള്ളിയെ വിളിച്ചിട്ടും പുള്ളി നല്ല ക്ഷീണത്തെ. ഞങ്ങൾ എണീറ്റോളാം ചേട്ടാ, പുള്ളി വന്നോളൂ ഷോയ്ക്ക്, ചേട്ടൻ ഇങ്ങനെ ഇതാവണ്ടെന്ന് പറയുമ്പോൾ ഇയാളങ്ങോട്ട് വന്നിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. അപ്പത്തേക്കിനും പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കോ? ഇടിച്ചില്ലെന്നാണ് പറഞ്ഞ, പക്ഷെ ഇടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല, ഈ ട്രിപ്പിന് പോകുമ്പോ ഞാനും ചേട്ടനും നമ്മുടെ സുധിച്ചേട്ടനും രാജേഷ് ഫറൂർ, ഞങ്ങൾ എത്രയും പേരാ സ്ഥിരം ട്രിപ്പിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാനേ ഉള്ളൂ പെങ്കൊച്ചായിട്ട്. പിന്നെ ഇവരിപ്പോ അല്ല എന്നോ എടുത്തു പറയണം, ഞാനേ ഉള്ളു പെങ്കൊച്ച്. ഇടിക്കുന്നതെല്ലാം പെങ്കൊച്ച്. ചാടി ഇടിക്കണത് എന്ത് പ്രശ്നം വന്നില്ല ആദ്യം ഞാൻ ഫ്രണ്ടിൽ പോയി ചാടുക.